എന്നാൽ മനസ്സിലേക്ക് ഓടിയെത്തുക പൂക്കളമാണ്. പൂക്കളമെന്നാൽ തുമ്പയും. പക്ഷേ അത്തം മുതൽ പൂക്കളങ്ങളിൽ നിറയേണ്ട തുമ്പയുടെ സാന്നിധ്യം ഇക്കാലത്ത് കുറഞ്ഞു വരികയാണ്. എന്നാൽ ചെറുകിട കർഷകനായ ഒരാൾ ഇത്തവണ തുമ്പയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ പൂക്കൾ സൗജന്യമായി ശേഖരിക്കാം. മാവേലി നാടിനെ പോലെ തുമ്പയുടെ തൂവന്മയുടെ നൈർമല്യം പൂക്കളങ്ങളിൽ സമൃദ്ധമായിരുന്നു. പൂക്കൾ ശേഖരിക്കാൻ കുട്ടികൾ ഇലക്കുമ്പിളിൽ തുമ്പയുമായി നടന്ന നാട്ടിടവഴികൾ ഓർമ്മയായി. കേരളത്തിന് പുറത്തു നിന്നുമല്ലാതെയും പൂക്കൾ കൃഷി ചെയ്ത വിപണികളിലേക്ക് എത്തുമ്പോൾ പരമ്പരാഗത പൂക്കളം തീർക്കലിന്റെ ശൈലി മാറി. തുമ്പയും മുക്കുറ്റിയും ഇല്ലാതാവുന്ന കാലത്താണ് ഏറാമലയിലെ ശിവദാസൻ കുനിയിൽ എന്ന ജൈവ കർഷകൻ വേറിട്ട് നിൽക്കുന്നത്. ഇത്തവണ ചെണ്ടുമല്ലിക്ക് പുറമെ തുമ്പയും കൃഷി തുടങ്ങി. പരീക്ഷണാർത്ഥം ചെണ്ടുമല്ലിക്കൊപ്പം 300ഓളം തുമ്പച്ചെടികൾ. പൂക്കളങ്ങളിൽ നിറയാൻ ഓരോ ദിനവും പൂക്കൾ തയ്യാർ. ആവശ്യക്കാർക്ക് ശേഖരിക്കാം. അടുത്ത തവണ കൃഷി വ്യാപകമാക്കണമെന്നാണ് ശിവദാസിന്റെ ആഗ്രഹം. മറ്റുള്ളവരും ഈ മാതൃക തുടരണമെന്നാണ് ശിവദാസ് പറയുന്നത്. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂ. നമ്മുടെ പ്രദേശത്ത് അന്യം നിന്ന് പോകുന്ന ഈ പൂവ് അടുത്ത കാലത്തായി നമ്മുടെ പൂക്കളങ്ങളിലൊന്നും കാണാറില്ല. പൂക്കളത്തിൻ്റെ 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ തുമ്പപ്പൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവായിരുന്നു. പക്ഷെ അത് ഇന്ന് ഇല്ലാതായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ജൈവ കർഷകൻ എന്ന നിലയിൽ ഞാൻ ഈ വർഷം നമ്മുടെ ഈ അന്യം നിന്ന് പോകുന്ന ഈ തുമ്പപ്പൂവിനെ വീണ്ടും നമ്മുടെ പ്രദേശത്ത് വരുത്താൻ വേണ്ടി ശ്രമം നടത്തിയത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,